എല്ലാവർക്കും നമസ്കാരം. പിങ്കി സ്റ്റേറേഴ്സ് എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്ന് വന്നിരിക്കുന്നത് കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെട്ട ഓറിയോ ബിസ്ക്കറ്റുമായിട്ടാണ്. അപ്പോൾ നമുക്ക് വളരെ സിമ്പിളായിട്ട് ഓറിയോ ബിസ്ക്കറ്റ് എങ്ങനെയാണ് വീട്ടിൽ തയ്യാറാക്കുന്നതെന്നാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുന്നായിട്ടൊരു കാര്യം, നിങ്ങൾ ആരെങ്കിലും ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നമ്മുടെ വീഡിയോൻ്റെ താഴെയുള്ള റെഡ് കളർ സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്കിനി വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ ഓറിയോ ബിസ്ക്കറ്റ് തയ്യാറാക്കാനായിട്ട് നമുക്ക് പ്രധാനമായിട്ട് വേണ്ടത് ബട്ടറാണ്. അപ്പോൾ ഞാനിവിടെ 100 ഗ്രാം ബട്ടർ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ബട്ടർ റൂം ടെമ്പറേച്ചറിൽ വെച്ചിട്ട് വേണം എടുക്കാനായിട്ട്. അപ്പോൾ ഒരു 4 മണിക്കൂർ നേരമെങ്കിലും റൂം ടെമ്പറേച്ചറിൽ വെക്കുക. അതിനുശേഷം ഇത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കുക. അപ്പം നിങ്ങളുടെ കയ്യിൽ ബീറ്റർ ഉണ്ടെങ്കിൽ ബീറ്റർ വെച്ച് ബീറ്റ് ചെയ്തെടുക്കുക. അതും അല്ലെങ്കിൽ ഇതുപോലൊരു വയർ വിസ്ക് വെച്ചിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കുക. അപ്പോൾ ഒരുപാട് നേരം ബീറ്റ് ചെയ്യേണ്ട, ഒരു 3-4 മിനിറ്റ് വരെ ബീറ്റ് ചെയ്തെടുത്താൽ മതി. സാധാരണ നമ്മൾ കേക്കിന് ബീറ്റ് ചെയ്യുന്ന പോലെ അത്ര അങ്ങോട്ട് ലൂസായി വരണ്ട, എന്നാലും കുറച്ച് ലൂസായിട്ടുള്ളൊരു കൺസിസ്റ്റൻസി. അപ്പോൾ ഇതാ ഞാൻ നമ്മുടെ ബട്ടറൊക്കെ നന്നായിട്ട് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒക്കെ ചേർത്ത് കൊടുക്കണം. അപ്പം ഞാനിവിടെ 1 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. ഈ മൈദ ഒരു അരിപ്പയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് 1/2 കപ്പ് കൊക്കോ പൗഡറാണ്. അപ്പം ഞാനിവിടെ ഡാർക്ക് കളറിലുള്ള കൊക്കോ പൗഡറാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത് രണ്ടും ഒന്ന് അരച്ച് ചേർക്കുന്നതാണ് നല്ലത്, കാരണം കൊക്കോ പൗഡറിലൊക്കെ ചെറിയ കട്ടകൾ പോലെ ഉണ്ടാവും. അപ്പോൾ അത് ഒഴിവാക്കാനായിട്ട് ജസ്റ്റ് ഇതൊന്ന് നന്നായിട്ടൊന്ന് അരിച്ച് ചേർക്കണം. മാത്രമല്ല നമ്മളിങ്ങനെ അരിക്കുമ്പോൾ ഈ ഇൻഗ്രീഡിയൻസൊക്കെ തമ്മിൽ നന്നായിട്ട് മിക്സ് ആവുകയും ചെയ്യും. പിന്നെ നിങ്ങളുടെ കയ്യിൽ ഡാർക്ക് കളർ കൊക്കോ പൗഡർ ഇല്ലെങ്കിൽ സാധാരണ കൊക്കോ പൗഡർ എടുത്താലും മതി. പക്ഷേ നമ്മൾ സാധാരണ നോർമൽ കൊക്കോ പൗഡർ എടുക്കുമ്പോൾ ഓറിയോ ബിസ്ക്കറ്റിൻ്റെ അതേ കളർ കിട്ടില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഡാർക്ക് കളർ കൊക്കോ പൗഡർ ചേർക്കുന്നത്. അപ്പോൾ ഞാനിത് നന്നായിട്ട് അരിച്ചെടുത്തിട്ടുണ്ട്. ഇതിൽ ചെറിയ ചെറിയ കട്ടകളൊക്കെ ഉണ്ട്. അപ്പോൾ ആ കട്ടകളൊക്കെ ഒന്ന് ഉടച്ചു കൊടുക്കുകയാണ്. ഇനി ഞാനിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് പഞ്ചസാരയാണ്. പൊടിച്ച പഞ്ചസാര വേണം നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാനായിട്ട്. അപ്പോൾ 1/2 കപ്പ് അളവിൽ പഞ്ചസാര ഞാനിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നമുക്കിതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഒരു സ്വാദിനനുസരിച്ച് ഉപ്പ് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് പാലാണ്. അപ്പോൾ തിളപ്പിച്ചിട്ട് ആറിയ പാൽ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഞാനിവിടെ ഒരു 3 ടേബിൾ സ്പൂൺ അളവിലാണ് പാലെടുത്തിരിക്കുന്നത്. ആ പാൽ ഞാനിതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. ഇനി ഇത് നമ്മൾ നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം. ഇതിൽ വേറെ എക്സ്ട്രാ വെള്ളമൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. ആ ബട്ടറും പാലും കൂടിയുള്ള ആ ഒരു നനവ് കൊണ്ട് നമുക്ക് ഈ പൊടി നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം. അപ്പോൾ നമ്മൾ ചപ്പാത്തിക്കൊക്കെ കുഴച്ചെടുക്കില്ലേ, ആ ഒരു പരുവത്തിലാണ് കുഴച്ചെടുക്കേണ്ടത്. അപ്പോൾ ഇത് നന്നായിട്ട് ഇപ്പോൾ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇതിങ്ങനെ നമ്മൾ തൊട്ട് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ പറ്റും, നല്ല സോഫ്റ്റ് ആയിരിക്കും, ഒത്തിരി ഹാർഡായിരിക്കില്ല, നല്ല സോഫ്റ്റ് ആയിരിക്കും. ഇങ്ങനെ തൊടുമ്പോൾ തന്നെ ഇത് കുഴിഞ്ഞു പോകുന്നത് കാണാൻ പറ്റും. ഇനി നമുക്കിത് കുറച്ച് നേരം ഒന്ന് ഫ്രിഡ്ജിൽ വെച്ച് സെറ്റ് ചെയ്യണം. ഒരു 1/2 മണിക്കൂർ നേരം ഫ്രിഡ്ജിൽ വെച്ച് സെറ്റ് ചെയ്യാം. കാരണം ഇപ്പോൾ ഭയങ്കര സോഫ്റ്റ് ആയതുകൊണ്ട് അത് അത്ര കറക്റ്റായിട്ട് പരത്തിയെടുക്കാനായിട്ട് സാധിക്കില്ല. അപ്പോൾ ഞാൻ ഫ്രിഡ്ജിൽ വെച്ചത് സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് പരത്തിയെടുക്കണം. അപ്പോൾ പരത്തുമ്പോൾ എപ്പോഴും ഒരു താഴെ ഒരു ബട്ടർ പേപ്പർ വിരിച്ച ശേഷം അതിൻ്റെ മുകളിൽ നമ്മുടെ മാവ് വയ്ക്കുക. എന്നിട്ട് അതിൻ്റെ മുകളിലായിട്ടും ബട്ടർ പേപ്പർ വയ്ക്കുക. എന്നിട്ട് പരത്തിയെടുക്കുക. അപ്പോൾ കുറച്ചും കൂടി ഈസി ആയിട്ട് നമുക്ക് പരത്തിയെടുക്കാനായിട്ട് സാധിക്കും. ഇത് അങ്ങനെ അടിക്കൊന്നും പിടിക്കില്ല. അപ്പോൾ വളരെ സിമ്പിളായിട്ട് നമുക്ക് പരത്തിയെടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ ഏകദേശം ഇത് പരത്തിയെടുത്തിട്ടുണ്ട്. അപ്പോൾ തീരെ കനം കുറച്ച് പരത്തരുത്, അതുപോലെ തന്നെ ഒരുപാട് കട്ടി കൂട്ടിയും പരത്തരുത്. അപ്പോൾ ആ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. ഇപ്പോൾ ഒരു മീഡിയം ലെവലിൽ, നിങ്ങൾക്കറിയാമല്ലോ ഓറിയോ ബിസ്ക്കറ്റൊക്കെ നമ്മൾ വാങ്ങുമ്പോൾ എന്തോരം കട്ടി ഉണ്ടാവുന്നത്. അപ്പോൾ ആ കട്ടി അനുസരിച്ചിട്ട് നമ്മളിത് നന്നായിട്ടൊന്ന് പരത്തിയെടുക്കുക. അപ്പോൾ ഞാൻ നമ്മുടെ മാവൊക്കെ നന്നായി പരത്തിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ബിസ്ക്കറ്റിൻ്റെ ഷേപ്പിലൊന്ന് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ഞാനിവിടെ റൗണ്ട് ഷേപ്പ് കിട്ടാനായിട്ട് നമ്മുടെ പുട്ടുകുടത്തിൻ്റെ അടപ്പാണ് എടുത്തിരിക്കുന്നത്. എൻ്റെ കയ്യിൽ വേറെ റൗണ്ടിൽ ചെറിയ പാത്രങ്ങളൊന്നുമില്ല. അപ്പം നിങ്ങളതിൽ കുക്കി കട്ടറൊക്കെ ഉണ്ടെങ്കിൽ അത് വെച്ച് കട്ട് ചെയ്തെടുക്കുക. അതും അല്ലെങ്കിൽ ഇതുപോലെ എന്തെങ്കിലും റൗണ്ട് ഷേപ്പിലുള്ളൊരു അടപ്പോ എന്തെങ്കിലും വെച്ചിട്ട് ഒന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പം നമ്മൾ ബിസ്ക്കറ്റിനുള്ള കൂട്ടൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇതൊക്കെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ബേക്ക് ചെയ്യണം. അപ്പോൾ ബേക്ക് ചെയ്യാനായിട്ട് ഞാൻ ഇതുപോലൊരു പാത്രമാണ് എടുക്കുന്നത്. അപ്പോൾ ഈ പാത്രം ഗ്യാസ് ഓൺ ചെയ്ത് ഗ്യാസിൽ വെച്ചിട്ട് ഒരു 10 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ ഞാൻ ഇങ്ങനത്തെ നോൺ സ്റ്റിക്കിൻ്റെ പാത്രമാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഞാനൊരു മീഡിയം ഫ്ലെയിമിൽ ഒരു 15 മിനിറ്റാണ് വെക്കുന്നത്. അപ്പോൾ നിങ്ങൾ കുക്കറൊക്കെയാണ് എടുക്കുന്നതെങ്കിൽ കുക്കറിൻ്റെ വിസിലും അതുപോലെ ആ വാഷറൊക്കെ ഒന്ന് മാറ്റിയ ശേഷം ഒരു 10 മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ വെച്ച് പ്രീ ഹീറ്റ് ചെയ്യുക. അപ്പോൾ കുക്കറിൻ്റെ അടിയിൽ വേണമെങ്കിൽ കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. ഒരു കപ്പ് ഉപ്പിട്ടൊക്കെ കൊടുത്തിട്ട് നമുക്ക് പ്രീ ഹീറ്റ് ചെയ്തെടുക്കാം. ഉപ്പിട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഇതുപോലൊരു റൗണ്ടിൽ എന്തെങ്കിലും ഒരു പാത്രം വെച്ച് കൊടുത്താലും മതി. അപ്പോൾ നമ്മുടെ പാത്രം ഇപ്പം നന്നായിട്ട് പ്രീ ഹീറ്റായി വന്നിട്ടുണ്ട്.
ഇത് അടച്ചു വെച്ചാണ് പ്രീ ഹീറ്റ് ചെയ്യാനായിട്ട്. അപ്പോൾ ഞാനിപ്പോൾ പ്രീ ഹീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ ഉള്ളിലേക്ക് ബിസ്ക്കറ്റുകൾ വെച്ച് കൊടുക്കണം. അപ്പോൾ ഞാനിവിടെ ഒരു സ്റ്റീൽ പാത്രത്തിൽ അതിൻ്റെ അടിയിലായിട്ട് കുറച്ച് എണ്ണ പുരട്ടി അതിന് മുകളിലായിട്ട് ഒരു ബട്ടർ പേപ്പർ വെച്ചിട്ടാണ് ബിസ്ക്കറ്റ് വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ ബിസ്ക്കറ്റ് എളുപ്പത്തിൽ വിട്ട് കിട്ടും. അതുകൊണ്ടാണ് അങ്ങനെ ചെയ്തിരിക്കുന്നത്. ഇനി ഇത് അടച്ച് വെച്ച് ഒരു 15 മിനിറ്റ് നമുക്ക് ബേക്ക് ചെയ്തെടുക്കാം. അപ്പോൾ അതാ ഇപ്പോൾ 15 മിനിറ്റ് ആയിട്ടുണ്ട്. ഇതിപ്പോൾ നന്നായി ബേക്കായി വന്നിട്ടുണ്ട്. അപ്പോൾ ഈ സമയത്ത് കുറച്ച് സോഫ്റ്റ് ആയിരിക്കും നമ്മുടെ ബിസ്ക്കറ്റ്. തൊട്ട് കഴിയുമ്പോൾ അറിയാൻ പറ്റും, കുറച്ച് സോഫ്റ്റ് ആയിരിക്കും. ഇത് ചൂടൊക്കെ ആറിയതിന് ശേഷമാണ് നന്നായിട്ട് ഹാർഡായി വരിക. അപ്പോൾ നിങ്ങൾക്ക് നോക്കുമ്പോൾ കാണാൻ പറ്റും ഓറിയോ ബിസ്ക്കറ്റിൻ്റെ അതേ കളറിലാണ് ഇതിരിക്കുന്നത്. സെയിം ടേസ്റ്റൊക്കെ തന്നെയാണ് നമ്മുടെ ഈ ബിസ്ക്കറ്റിനും. ഇനി നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ വെക്കാനുള്ള ഒരു ഫില്ലിങ് തയ്യാറാക്കാം. അപ്പോൾ നമ്മുടെ ഒരു ക്രീം ഉണ്ടാവുമല്ലോ വൈറ്റ് കളറിൽ, അപ്പോൾ ആ ക്രീം നമുക്ക് തയ്യാറാക്കാം. അപ്പോൾ ക്രീം തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ ഒരു 4 ടേബിൾ സ്പൂൺ ബട്ടർ എടുത്തിട്ടുണ്ട്. അപ്പോൾ റൂം ടെമ്പറേച്ചറിലുള്ള ബട്ടർ എടുക്കുന്നതാണ് നല്ലത്. ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കണം. നമ്മൾ ആദ്യം ബിസ്ക്കറ്റിനുള്ള മിക്സിങ് തയ്യാറാക്കിയപ്പോൾ ബട്ടർ ബീറ്റ് ചെയ്തെടുത്തില്ലേ, അതുപോലെ ഇത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ വയർ വിസ്ക് ഇല്ലെങ്കിൽ ഫോർക്ക് വെച്ച് ചെയ്യാവുന്നതാണ്. ഫോർക്ക് വെച്ച് ചെയ്യുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും എന്ന് മാത്രം. അപ്പോൾ ഞാനത് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് പഞ്ചസാര പൊടിച്ചത് ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഞാനിപ്പോൾ ഒരു 1/4 കപ്പ് പഞ്ചസാര പൊടിച്ചത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു 1/4 ടീസ്പൂൺ വാനില എസൻസും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ഞാൻ നമ്മുടെ ഓറിയോ ബിസ്ക്കറ്റിൻ്റെ ഉള്ളിൽ വെക്കുന്ന ക്രീം ഇവിടെ മിക്സ് ചെയ്ത് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഓരോ ബിസ്ക്കറ്റ് എടുക്കാം. അതിൻ്റെ ഉൾഭാഗത്തായിട്ട് നടുക്ക് കുറച്ച് ക്രീം തേച്ച് കൊടുക്കാം. എന്നിട്ട് അടുത്ത ബിസ്ക്കറ്റ് വെച്ച് ഇതൊന്ന് കവർ ചെയ്തെടുക്കാം. അപ്പോൾ വളരെ സിമ്പിളായിട്ട് നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ ഒരുപാട് ഗ്യാസൊന്നും ചിലവാവില്ല. സാധാരണ നമ്മൾ കേക്കൊക്കെ ബേക്ക് ചെയ്തെടുക്കുന്ന പോലെ ഒരുപാട് ടൈമൊന്നും വേണ്ട. 15 മിനിറ്റ് കൊണ്ട് തന്നെ ഇത് നന്നായിട്ട് ബേക്കായി കിട്ടും. അപ്പോൾ കുട്ടികൾക്കൊക്കെ അധികം കെമിക്കലൊന്നും ഇല്ലാതെ നമുക്ക് വീട്ടിൽ തയ്യാറാക്കി കൊടുക്കാൻ പറ്റും ഓറിയോ ബിസ്ക്കറ്റ്. മിക്ക കുട്ടികൾക്കും തന്നെ ഓറിയോ ബിസ്ക്കറ്റ് ഇഷ്ടമായിരിക്കും. അപ്പോൾ ഇനി വീട്ടിൽ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടെന്ന് പ്രതീക്ഷിക്കുന്നു. ഈ റെസിപ്പി നമ്മുടെ പിങ്കി സ്റ്റേറേഴ്സ് സ്ഥിരമായിട്ട് കാണാറുള്ള ഒരു കുഞ്ഞ് ഫാനുണ്ട്. അപ്പോൾ ആ മോൾക്ക് വേണ്ടിയാണ് ഞാൻ ഡെഡിക്കേറ്റ് ചെയ്യുന്നത്. ആ മോളുടെ അമ്മയുടെ പേര് ഗ്രീഷ്മ എന്നാണ്, മോളുടെ പേര് എനിക്കറിയില്ല. അപ്പോൾ ആ കുഞ്ഞിന് വേണ്ടി നമ്മുടെ ഈ ബിസ്ക്കറ്റ് ഡെഡിക്കേറ്റ് ചെയ്യുവാണ്. അപ്പോൾ മോൾക്കിത് ഇഷ്ടപ്പെടുന്നു പ്രതീക്ഷിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. ഇനി അടുത്ത ദിവസം പുതിയൊരു വീഡിയോയുടെ നമുക്ക് വീണ്ടും കാണാം.